ഹരേ കൃഷ്ണ, സർവം കൃഷ്ണമയം ജഗത്ത് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ എങ്ങനെയാണ് കൃഷ്ണഭക്തരായി മാറിയത് എന്നാണ്. കാരണം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ നമ്മൾ കൃഷ്ണഭക്തരായിട്ട് മാറിയത്? അല്ല, ഭഗവാൻ നമ്മളെ സ്വയം തിരഞ്ഞെടുത്തതാണ്. കാരണം ഭഗവാനാണ് തീരുമാനിക്കുന്നത് ഏത് ജന്മത്തിലാണ്, എപ്പോഴാണ് നമ്മൾ ഭഗവത് ഭക്തരായിട്ട് പൂർണ്ണമായിട്ടും മാറേണ്ടത്, എപ്പോഴാണ് നമുക്ക് മോക്ഷം കിട്ടേണ്ടത് എന്നൊക്കെ ഭഗവാനാണ് സ്വയം തീരുമാനിക്കുന്നത്. കൃഷ്ണഭക്തി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരു കൃഷ്ണഭക്തരായതിനു ശേഷം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതിലൊക്കെ പരീക്ഷണത്തിനൊക്കെ അനുഭവിച്ചതിന് ശേഷവും എനിക്കെൻ്റെ കൃഷ്ണനെ മതി എന്ന് തീരുമാനിക്കുന്നവർ മാത്രമാണ് കൃഷ്ണഭക്തരാകുമെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എല്ലാ കൃഷ്ണഭക്തർക്കും അറിയാം, നമ്മളൊക്കെ ഒത്തിരി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ കഷ്ടപ്പാടിലും എൻ്റെ കൃഷ്ണൻ എൻ്റെ കൂടെയുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ ഏതൊക്കെയോ ജന്മത്തിൽ നമ്മൾ തുടങ്ങി വെച്ച ഭക്തി ഓരോ ജന്മം കഴിയും തോറും കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ നമ്മളിടയ്ക്ക് നിർത്തി വെച്ചിട്ട് നമ്മൾ വേറെ പണിക്കൊക്കെ പോകും. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കാണും. അതുപോലെയാണ് നമ്മുടെ കൃഷ്ണൻ്റെയോടുള്ള ഭക്തിയും. അത് ഓരോ ജന്മം കഴിയും തോറും നമ്മൾ എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ വെച്ച് നമുക്ക് വീണ്ടും തുടങ്ങാൻ സാധിക്കുന്നു. അത് ഭഗവാന്റെ കൃപയാണ്. അങ്ങനെ ഭഗവാൻ തീരുമാനിക്കുന്ന ആ ജന്മത്തിൽ നമുക്ക് മോക്ഷം കിട്ടുന്നു. ചിലപ്പോൾ ഈ ജന്മം ആയിരിക്കണമെന്നില്ല, അത് മനുഷ്യൻ പോലും ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു മൃഗത്തിന്റെ രൂപത്തിലും ഭഗവാൻ നമുക്ക് മോക്ഷം നൽകും. ഭഗവാന് മനുഷ്യനെന്നോ മൃഗമെന്നോ ഒന്നുമില്ല. മോക്ഷപ്രാപ്തിക്ക് ഭഗവാൻ നിശ്ചയിക്കുന്ന ആ സമയം വരുമ്പോൾ ഭഗവാൻ തീർച്ചയായും ഒന്ന് നമുക്ക് മോക്ഷം നൽകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കഥയാണ്. ഒരു ഉദാഹരണം അത് പറയുകയാണെങ്കിൽ ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷം കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ അറിയാൻ മേലാത്ത ആളുകളും കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം. ഇന്ദ്രദുമ്നൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവ് തൻ്റെ വാനപ്രസ്ഥ സമയത്ത് ഒരു കാട്ടിൽ വന്ന് ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് അഗസ്ത്യമുനി അതുവഴി വരികയും തന്നെ ഗൗനിക്കാതിരിക്കുന്ന ആ മഹാരാജാവിനെ കണ്ട് അദ്ദേഹം ശപിക്കുകയും ചെയ്യുന്നു. ധ്യാനത്തിൽ നിന്നുണർന്ന മഹാരാജാവ് തന്നോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഒരു ആനയായിട്ട് മാറാൻ ശപിച്ച അദ്ദേഹത്തിനെ ഭഗവാൻ വിഷ്ണു തന്നെ വന്ന് മോക്ഷം നൽകുമെന്ന്, ശാപമോക്ഷം നൽകുമെന്ന് അനുഗ്രഹിച്ച് മുനി അവിടെ നിന്ന് മടങ്ങി. ഉടൻ തന്നെ ഒരു ആനയായിട്ട് മാറി ആ ഇന്ദ്രദുമ്നൻ എന്ന് പറയുന്ന രാജാവ് കാട്ടിലേക്ക് ഓടിപ്പോയി. തൻ്റെ ഭക്തൻ അല്ലെങ്കിൽ ഭക്തർ ഒരു മൃഗമായ കൂടിയും ആ മൃഗത്തിന് കൂടിയും ഭഗവാൻ ശ്രേഷ്ഠത കൊടുക്കുന്നുണ്ട്. ഉടൻ തന്നെ ഒരു ആനക്കൂട്ടത്തിന്റെ തലവനായി മാറാൻ ആ ഗജേന്ദ്രന് സാധിച്ചു. ത്രികുട പർവ്വതത്തിൽ താമസിച്ചിരുന്ന സമയത്ത് ഏത് പൊയ്ക കണ്ടാലും അതിലിറങ്ങി കുളിക്കുക, ഭഗവാനുള്ള ഭക്തി എപ്പോഴും ആ ആന മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അതിലുള്ള താമരപ്പൂക്കളൊക്കെ പറിച്ച് ഭഗവാനെ സമർപ്പിക്കുക, അതിൽ കളിക്കുക, അതിൽ വിനോദിക്കുക എന്നൊക്കെ ഉള്ളത് ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഹൂഹു എന്ന് പറയുന്ന ഒരു മുതല ആ ഗജേന്ദ്രന്റെ കാലിൽ കടന്നു പിടിക്കുകയും ചെയ്യുന്നത്. ഊഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്നു. അദ്ദേഹത്തിന് ശാപം കിട്ടി ഒരു മുതലയായി മാറി ആ തടാകത്തിൽ താമസിച്ചു വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെയും വിഷ്ണു ഭഗവാൻ വന്ന് രക്ഷിക്കുമെന്നാണ് ശാപമോക്ഷം ആ മുനി കൊടുത്തിരുന്നത്. തക്ക സമയം നോക്കി കിടന്നിരുന്ന ആ മുതലയ്ക്ക് മനസ്സിലായി തൻ്റെ ശാപമോക്ഷത്തിന് സമയമായി. ഈ ആനയുടെ കാലിൽ കടിച്ചാലേ ഉള്ളൂ തനിക്ക് ശാപമോക്ഷം കിട്ടത്തുള്ളൂ. അങ്ങനെ ഇത് ഭഗവാന്റെയും ഭക്തൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നതെന്ന് ആ മുതലയ്ക്ക് മനസ്സിലാകുകയും അങ്ങനെ ആ മുതല ആ ആനയുടെ കാലിൽ കടിക്കുകയും ചെയ്തത്. എത്ര ശ്രമിച്ചിട്ടും ആ മുതലയുടെ പിടിയിക്കാൻ ആനയ്ക്ക് സാധിച്ചില്ല. ഒത്തിരി ശ്രമിച്ചു നോക്കി, സാധിച്ചില്ല. തൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ ആനകളും ശ്രമിച്ചു നോക്കി, അതിൽ നിന്നൊന്നും ആ മുതലയെ പിടിപിടിക്കാൻ അവർക്ക് സാധിച്ചേയില്ല. അങ്ങനെ ആനക്കൂട്ടത്തോട് തന്നെ വിട്ടു പൊയ്ക്കൊള്ളാൻ പറഞ്ഞ ആ ഗജേന്ദ്രൻ പിന്നീട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാൻ എല്ലാ ദിവസവും താമരപ്പൂക്കൾ പറിച്ച് നൽകുകയും ചെയ്തു. അതിൽ സംപ്രീതനായ ഭഗവാൻ ഗരുഡസമേതനായി വന്ന് തൻ്റെ സുദർശന ചക്രത്താൽ ആ മുതലയെ ഹനിക്കുകയും ആ മുതലയ്ക്കും ശാപമോക്ഷം കൊടുക്കുകയും ചെയ്തു. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഗജേന്ദ്രനോട് താൻ കഴിഞ്ഞ ജന്മത്തിലെ ഇന്ദ്രദ്യുമ്നനായിരുന്നുവെന്ന് അദ്ദേഹം പറയുകയും സാരൂപ്യ മോക്ഷം കൊടുത്ത്
വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. സാരൂപ്യ മോക്ഷം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പോലെ തന്നെ ഉള്ള മോക്ഷം, ഭഗവാനെ പോലെ തന്നെ കാണാൻ നമുക്ക് ഭഗവാന്റെ രൂപം തന്നെ ഭഗവാൻ നമുക്ക് നൽകും. അതാണ് സാരൂപ്യ മോക്ഷം. അങ്ങനെ സാരൂപ്യ മോക്ഷം കൊടുത്ത് ഭഗവാനിൽ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഗജേന്ദ്ര മോക്ഷം എന്ന കഥയിലൂടെ നമുക്ക് വ്യക്തമായി തീരുന്നത് മനുഷ്യനായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മൃഗമായിരുന്നാൽ കൂടി ഭഗവാൻ നിശ്ചയിക്കുന്ന ആ ജന്മത്തിൽ നമ്മൾ മോക്ഷപ്രാപ്തി നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ജന്മത്തിൽ ഭഗവാൻ നൽകിയിരിക്കുന്ന ഭക്തിയെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഭഗവാനോടടുത്ത് ഭഗവാനെ പറ്റി പഠിച്ച് നമുക്ക് ആ മുക്തിക്കുള്ള ആ പാതയിലൂടെ നടന്നു നീങ്ങാം. അപ്പോൾ എല്ലാവർക്കും ആ പാതയിലൂടെ നടന്നു എടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.